എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കുമാരനാശൻ ഗുരുവിന്റെ മാനസ ശിഷ്യൻ. 1873 ഏപ്രിൽ 12 കായ്ക്കര എന്ന കടലോര ഗ്രാമത്തിൽ തൊമ്മൻ വിളാക്കുത്തുവീട്ടിൽ നാരായണന്റെ കൊച്ചുപെണ്ണെന്ന് വിളിപ്പേരുള്ള കാളിയമ്മയുടെ മകനായി ജനനം. അച്ഛനമ്മമാർ കുഞ്ഞിനിട്ട പേരാണ് കുമാരു. മേടമാസത്തിലെ ചിത്രാപൗർണമി നാളിലാണ് ജനനമെന്ന സവിശേഷതയും കുമാരുവിനുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ വളരെ സാമർഥ്യമുള്ള കുട്ടിയായിരുന്നു കുമാരു. നെടുങ്കണ്ട തുണ്ടത്തിലാശാൻ, ഉടയാൻകുഴി കൊച്ചുരാമൻ വൈദ്യർ എന്നീ ഗുരുനാഥന്മാരോടുള്ള നിലത്തെഴുത്തും സംസ്കൃത പഠനവും. തുടർന്ന് കായ്ക്കര ഗവൺമെന്റ് സ്കൂളിൽ പഠനം. 14-ാം വയസ്സിൽ 4-ാം ക്ലാസ് പൂർത്തിയാവുകയും കായ്ക്കര ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് മണപ്പൂർ ഗോവിന്ദനാശാന്റെ കീഴിലുള്ള സംസ്കൃത പഠനം, വെമ്പായം പപ്പുപിള്ളയുടെ കീഴിലുള്ള ഇംഗ്ലീഷ് പഠനം. ഇതിനിടയിൽ കുമാരുവിലെ കവിവാസന നാടറിയാൻ തുടങ്ങിയിരുന്നു. സ്തോത്ര കൃതികളും മതഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നതിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു കുമാരുവിന്. അതുകൊണ്ട് തന്നെ വക്കം വേലായുധ നടയിൽ ഭക്തജനങ്ങളുമായി സംവദിക്കുകയും അവരെ വേദാന്ത കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സമീപ പ്രദേശവാസികളായ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുവാനും ആരംഭിച്ചു. അങ്ങനെ കായ്ക്കര കുമാരു കുമാരനാശാനായി മാറി. കുമാരുവിന്റെ പിതാവ് പെരുങ്കുടി നാരായണൻ വളരെ ഉത്തമനായ ശ്രീനാരായണ ഗുരുദേവ ഭക്തനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കായ്ക്കരയിലോ മറ്റ് സമീപ പ്രദേശങ്ങളിലോ എത്തുന്ന സന്ദർഭങ്ങളിൽ നാരായണൻ ഗുരുവിനെ സ്വഭവനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ബാല്യത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വാത്സല്യത്തിനും ശ്രദ്ധയ്ക്കും പാത്രീഭൂതനായി നമ്മുടെ കുമാരു. ഒരിക്കൽ ഗുരു കുമാരുവിനോട് ചോദിച്ചു, പോരുന്നോ നമ്മോടൊപ്പം? തൃപ്പാദങ്ങൾ അനുവദിക്കുമെങ്കിൽ എന്നു മറുപടി. കുറച്ചു കാലത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ ഹൃദയത്തിനിടൽ ലഭിച്ച കായ്ക്കര കുമാരുവിന് കോലത്തുകല പ്രതിഷ്ഠാനന്തരം ഗുരുവിനോടൊപ്പം സഹവസിക്കാനുള്ള അവസരം ഗുരു കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകി. അങ്ങനെ മഹാഗുരുവും മാനസപുത്രനും യാത്ര ആരംഭിക്കുകയാണ്. മലയാള മണ്ണിലെ പതിതജന കോടികളുടെ പീഡിത വർഗത്തിന്റെ കണ്ണീർ തുടച്ചു നീക്കാനുള്ള മഹനീയ യാത്ര. ആദ്യത്തെ ഇടത്താവളം അരുവിപ്പുറം. ശ്രീനാരായണ ഗുരുവിന്റെ കീഴിൽ വേദാന്ത ശാസ്ത്രത്തിലും യോഗാശാസ്ത്രത്തിലും തന്റെ മാനസപുത്രൻ നൈപുണ്യം നേടി. അരിയപ്പുറം ക്ഷേത്രത്തിന്റെ പൂർണ്ണ ചുമതലയും ഗുരു തന്റെ മാനസപുത്രനെ ഏൽപ്പിച്ചു. കായ്ക്കര കടപ്പുറത്ത് ശൃംഗാര കവിതകൾ പാടി നടന്നിരുന്ന കായ്ക്കര കുമാരുവിനെ ആശയഗംഭീരനായ കവിയായി വാർത്തെടുക്കുകയായിരുന്നു ഗുരുദേവൻ. കാവ്യകലയുടെ അധികതുങ്ക പദത്തിലേക്ക് പറന്നുയരാൻ തക്കവിധം ഗുരുദേവൻ തന്റെ മാനസപുത്രനെ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. മഹാഗുരുവിന്റെ മാനസപുത്രനായതുകൊണ്ട് തന്നെ മഹാകാവ്യങ്ങൾ രചിക്കാതെ മഹാകവി പട്ടത്തിലേക്ക് ഉയർന്ന് മലയാള കാവ്യലോകത്ത് സൂര്യശോഭയാർന്ന പ്രകാശം കൊണ്ടേയിരിക്കാൻ ആശാന് സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി അജ്ഞാനാന്ധകാരത്തിൽ മുങ്ങിത്താഴ്ന്ന് ധിക്കറിയാതുടറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന് സർവപ്രധാരണയായുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ തീരുമാനമെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ ഈ പടപ്പുറപ്പാടിന്റെ പടത്തലവനായി മനസ്സിൽ കണ്ടത് തന്റെ മാനസപുത്രനെ തന്നെയാണ്. ബംഗളൂരിലും കൊൽക്കത്തയിലും മദ്രാസിലും ഡോക്ടർ പൽപുവിന്റെയും കൂടി സഹായത്തോടെ വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടുകൾ ഒരുക്കി ഗുരുദേവൻ. ആംഗലേയ സാഹിത്യത്തിൽ കൂടുതൽ അവഗാഹം നേടുവാനും ലോകത്തെക്കുറിച്ചും ലോകരെയും കുറിച്ചും കൂടുതൽ അറിവ് നേടുവാനും ഈ കാലയളവ് പ്രയോജനപ്പെടുത്തി. അങ്ങനെ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ കാര്യദർശിയായി ഗുരു തന്റെ മാനസപുത്രനെ നിയോഗിച്ചു. അവശ്യ ജനകോടികളുടെ ആവേശവും ആശ്വാസവും പ്രതീക്ഷയും അഭയസങ്കേതവുമായിരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ സെക്രട്ടറി പദം ഏറ്റവും മഹനീയമായ 16 വർഷത്തെ സേവനങ്ങൾ കൊണ്ട് അലങ്കരിച്ച കുമാരനാശൻ ആ പദവി ഒഴിഞ്ഞിറങ്ങുമ്പോൾ ഗുരു ശിവഗിരിയുടെ താക്കോൽ കൂട്ടം കുമാരനാശാനെ ഏൽപ്പിക്കുന്നു. ഗുരുവിന്റെ മനസ്സിൽ കുമാരനാശാനുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് കാണിക്കുന്ന ഏറ്റവും ചെറിയ സംഭവം മാത്രമാണിത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി സാർ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ആശാന് ഗുരു എല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാൻ പാടുകയാണ്, മാതാവേ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, ഭ്രാതാവേ പോലെ ഏന്തുന്നിതു ഹൃദി സഹജ സ്നേഹവും മോഹമെന്നേ. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.